പണ്ട് EMSന്റെ മത്സരം തൊട്ട് തുടങ്ങാലോ. പിന്നെ AKGയുടെ മത്സരത്തിൽ കാണിച്ചില്ലേ? പിന്നെ കോലി ബി സഖ്യം വന്നില്ലേ? പിന്നെ സീറ്റ് തന്നെ അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ലേ BJPക്ക്? എല്ലാം ആരായിരുന്നു? അതെല്ലാം കോൺഗ്രസ് ചെയ്തല്ലേ ഇവിടെ. അവരെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം. ഒരു ശുദ്ധന്മാര്, വർഗീയതയെ തീണ്ടാത്തവര് എന്ന് സ്ഥാപിക്കണം. എന്നിട്ട് എല്ലാ കാലത്തും വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന LDFനെ മോശമായി ചിത്രീകരിക്കണം. അത് നിങ്ങളുടെ ആവശ്യമാണ്. എന്ത് ചെയ്യാനാണ്? നാട്ടുകാരത് വിശ്വസിക്കണ്ടേ? ജനങ്ങളുടെ അനുഭവത്തിലല്ലേ കാര്യങ്ങൾ വിലയിരുത്തുക. അതൊക്കെ നിങ്ങൾ അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ കിട്ടില്ല. ഭരണവിരുദ്ധ വികാരം എവിടെയാണുള്ളത്? നിങ്ങൾക്കുണ്ടോ ഭരണവിരുദ്ധ വികാരം? ഏത് കാര്യത്തിലാ? അത് പറയണോ? കേരളത്തിൽ 10 വർഷം ഭരിച്ചൊരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇന്ന കാര്യങ്ങളിൽ വിരുദ്ധ വികാരമുണ്ട് എന്ന് പറയും. അതിനല്ലേ ഞാൻ പത്രസമ്മേളനം നടന്നത്. അത്തരം ഏതെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട്? അതൊന്നും ചർച്ച ചെയ്യരുതേ എന്നല്ലേ ഈ പറയുന്ന ആൾക്കാർ ആഗ്രഹിക്കുന്നത്, ഇവർ ചിന്തിക്കുന്നത്. അത് ചർച്ച ചെയ്തു പോയാൽ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ. അതല്ലേ വസ്തുത. മറ്റൊരു കാര്യം, പ്രധാനമായിട്ടൊരു ക്യാമ്പയിൻ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ശരിയല്ല, ആളുകളുടെ സമീപനം ശരിയല്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി, ഞാൻ പറയേണ്ടതല്ല. എന്റെ പെരുമാറ്റം നന്നായി പോയേ എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇന്നലെ ഒന്ന് പ്രവർത്തനം നടത്തിയ ആളല്ലല്ലോ. നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ആയിക്കോട്ടെ, നിങ്ങൾ വിലയിരുത്തിക്കോ. കഴിഞ്ഞ 2021 നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് വരുമാനിസം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വരുമാനം എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് അധികാരം പാർട്ടിയും സർക്കാരിനും കാണിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതുകൊണ്ടാണോ അയാൾ പോകേണ്ടി വന്നത്? അത് ചോദിക്കണം, അയാളോട് പോയി ചോദിക്കണം. നിങ്ങളുണ്ടല്ലോ എന്ത് കാര്യവും പറയാനുള്ള നാക്ക്, എല്ലില്ലാത്ത നാക്കുണ്ടല്ലോ, അതിന് പറ്റുന്ന ഒരാളാണ് അയാൾ. അത് അതേ രീതിയിൽ കേട്ടുകൊണ്ട് വർത്താനം പറയാൻ നിൽക്കണ്ട. അതൊരു നല്ല ഗുണമല്ല. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തെങ്കിലും കേട്ട് അത് മുഴുവൻ സ്വീകരിച്ച് അതേപോലെ വളമ്പേണ്ടവരല്ല. അതിന് അല്പം ബുദ്ധി ഉപയോഗിക്കണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അത്. ലേശം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് എന്നിട്ട് സ്വയം ബോധ്യത്തിന്റെ ഭാഗമായി ചോദിക്കണം. അല്ലെങ്കിൽ അൻവറിന് വന്നിരുന്ന് ചോദിച്ചാൽ പോരെ. അൻവറിന്റെ പ്രതിപുരുഷനായിട്ട് വന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. ഇയാൾക്ക് വേറെ എന്തോ സൂക്കേടാണ് കേട്ടോ. ഇനി അത് ഞാൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തോ അജണ്ടയും കൊണ്ട് വന്നിരിക്കുക. ഏതോ ഒരു ഞാൻ സാധാരണ അങ്ങനെ ചോദിക്കില്ല, പക്ഷെ എന്തോ പ്രത്യേക അജണ്ടയായിട്ട് വന്നാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഈ പത്രസമ്മേളനം തന്നെ അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു രീതിയിലല്ല വേണ്ടത്. SDP-യെ കുറിച്ച് ഞാനാണോ മറുപടി പറയുന്നത്? SDP-ക്കാരോട് നിങ്ങൾ പോയി ചോദിക്കണോ? അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ സമ്മേളനമാണ് പ്രേക്ഷകർ കണ്ടത്. വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം. അവസാനം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി ചില നീരസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം സംബന്ധിച്ച ചോദ്യത്തിൽ SDP നേതാക്കളോടാണ് ഇക്കാര്യത്തിൽ ചോദിക്കേണ്ടത് എന്ന കാര്യവും, അതോടൊപ്പം തന്നെ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PV അൻവറിൻ്റെ നാവായി മാധ്യമപ്രവർത്തകർ മാറരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.